ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ST വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ജാനുവരി 17 മക്കളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണെന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇതെല്ലാം. കാരണം ഓൾറെഡി ബസ് വരുന്നുണ്ട്. ഇങ്ങനെ ആനുവൽ ഡേ ഉള്ള കുട്ടികൾക്ക് സ്കൂൾ ബസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ലഞ്ച് കൊടുത്ത് വിടണം, അവർക്ക് മേക്കപ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അവർക്ക് ചോറുണ്ടാക്കി, പിന്നെ ക്യാരറ്റ് തോരനാണേ, പിന്നെ ഓൾറെഡി ഫിഷ് കറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നേ. അങ്ങനെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വാഷ് ചെയ്ത് വെക്കുകയാണേ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ അവർക്ക് ഞാൻ ട്യൂഷൻ അങ്ങ് കഴിഞ്ഞായിരുന്നു. വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ ആനുവൽ എക്സാമൊക്കെ വരെയല്ലേ, അപ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ട്യൂഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്നേ. അങ്ങനെ പെട്ടെന്നാണ് മെസ്സേജ് വന്നത്, ബോർഡിംഗ് പോയിന്റിലോട്ട് ബസ് വരികയാണ് എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും റെഡിയാക്കി, കുറച്ച് സ്നാക്സും പിന്നെ ഒരു ബോട്ടിൽ വാട്ടറും കൂടി എക്സ്ട്രാ വാങ്ങിക്കുന്നതിനായിട്ട് ഞാൻ ഇവരെ ബേക്കറി കൊണ്ടുപോയായിരുന്നു. തൊട്ട് മേളിൽ തന്നെ കടയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അങ്ങനെ ഞാൻ അവരെ ബേക്കറി കൊണ്ടുപോയതിന് ശേഷം നോക്കിക്കൊള്ളണേ, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇവർ ഈ എടുക്കുന്ന സാധനങ്ങളൊന്നും ഇവർക്ക് കഴിച്ചുകൂടാം. കാരണം കുറച്ച് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവർക്ക്. സിട്രിക് ഫുഡ് ആവട്ടെ, ചോക്ലേറ്റ്സ്, ഐസ്ക്രീം അങ്ങനെയുള്ള ഫുഡ്സ് ഒന്നും ഇവർക്ക് കഴിച്ചുകൂടാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന കുറച്ച് ബിസ്ക്കറ്റ്, ഒരു കേക്ക്, പിന്നെ ഒരു ബോട്ടിൽ വാട്ടർ, അതൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഇത് ഇത്രയും വാങ്ങിച്ച് ബാഗിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ വയറുവേദന വരും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഓക്കെ ഒക്കെ പറഞ്ഞാണ് ഈ പോകുന്നത്. അങ്ങനെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഭയങ്കര ത്രില്ലടിച്ച രണ്ടുപേരും പോകുന്നത്. തലേ ദിവസം രാത്രി ഉറങ്ങിയിട്ടില്ല. മെയിനായിട്ട് രണ്ടാമത്തെ ആൾ എങ്ങനെയെങ്കിലും സ്കൂളിലെത്തണം, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അന്ന് രാത്രി ഫുള്ളായിട്ട്. അങ്ങനെതായിപ്പോൾ അവർ ഞാൻ ബസ്സിലോട്ട് കയറ്റി വിട്ടതിന് ശേഷം എനിക്കും പോകാനായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് ജോലിയൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നത്, വീട്ടു ജോലിയൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പോകണം. അതായത് പുറത്തോട്ടൊന്ന് പോവേണ്ട ആവശ്യമുണ്ട്. അതായത് ഇന്നലെ ഞാൻ പോയപ്പോൾ ഒരു ടോപ്പും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഞാൻ അവിടെ വെച്ച് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ വീട്ടിൽ കൊണ്ട് വന്നതിന് ശേഷം എനിക്ക് ആ ക്ലോത്തിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ഇട്ട് നോക്കില്ല നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ, ആ ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നേ. എനിക്ക് ആ ഒരു ക്ലോത്ത് ഇടുമ്പം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ മതി, അപ്പോൾ തന്നെ പിറവൊക്കെ അങ്ങ്, അതായത് ശരീരം ഫുള്ളും ചൊറിഞ്ഞ് അവിടെ അങ്ങ് ഒരു ചെറിയ ചുവപ്പ് പൊട്ട് പോലെയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അത് കൊണ്ടുവന്ന് തിരിച്ച് റിട്ടേൺ അടിച്ചു. അതിനുശേഷം പെട്ടെന്ന് എനിക്ക് വീടെത്തണം. 5 മണിക്ക് മുമ്പേ വീടെത്തുകയും വേണേ. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ, മക്കളുടെ ആനുവൽ ഡേ പ്രോഗ്രാം കാണാനായിട്ട്. ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. ഈ കേൾക്കുന്നത് ഇവിടെ അടുത്ത് ഉത്സവം ഉണ്ട്, അപ്പോൾ അതിൻ്റെതാണ് കേൾക്കുന്നത്. അതിനും നമുക്ക് സ്കൂളിൽ ചെന്ന് കാണാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 5:30ക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു 5:15 ആയപ്പോൾ സ്കൂൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളുടെ ഫോട്ടോയൊക്കെ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു, വീഡിയോസൊക്കെ. കാരണം അവരുടെ കോസ്റ്റ്യൂം ചേഞ്ചൊക്കെ ചെയ്തത്. പക്ഷേ എടുക്കാൻ പറ്റിയില്ല, അവിടെ ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഗസ്റ്റ് എല്ലാം വന്നതുകൊണ്ട് അങ്ങോട്ട് പോയതുമില്ല. അതുമല്ല അവിടെ കയറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ചതാ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ പാരൻസൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ, കുട്ടികളും വരുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികളൊക്കെ വരുന്നു. അങ്ങനെ ഓഡിറ്റോറിയമൊക്കെ ഫില്ലായി വരികയാണേ. ഒരുപാട് കുട്ടികളുണ്ട്, പാരൻസ്, ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയണേ. Here as we celebrate the annual day of MGM Public School Mangalapuram. This recently
2 മാസം മുൻപ് ഞാൻ കൊച്ചിയിലായിരുന്നു മാഡം. ആ ടൈം ഞാൻ എൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ടീച്ചർ ഞാനൊരു രണ്ടുപേരായിരുന്നു ഗസ്റ്റായിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ പ്ലേ ബാക്ക് സിംഗർ അൻവർ സാദത്ത് ആയിരുന്നു. രണ്ടാമത്തത് IPS ഓഫീസറായിരുന്ന നിസാമുദ്ദീൻ ഡാൻസ്. രണ്ടുപേരും നല്ല ടയേർഡാണ്. ഇതെല്ലാം കോസ്റ്റ്യൂമെല്ലാം ഊരിയതിന് ശേഷം ഒന്ന് ഫ്രഷായി. ഒന്ന് രാത്രി നൂഡിൽസ് ആയിരുന്നു. വേറെ ഒന്നും ഉണ്ടാക്കാൻ എനിക്കും വയ്യായിരുന്നു. കാരണം നല്ല ലേറ്റായി. 10 മണി കഴിഞ്ഞു ഞാൻ വീടെത്തിയപ്പോൾ. രണ്ടുപേർക്കും ഫുഡെല്ലാം കൊടുത്തിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി. അതിനുശേഷം ഞാൻ പോയി കിടന്നു ഉറങ്ങാൻ പോകുന്നു. നല്ല ടയേർഡാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ.